ഹായ്, ഞാൻ മെൽവിൻ, ഇൻറ്റീരിയർ ഡിസൈനർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 3D ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുള്ള 3Dയുടെ മെഷർമെൻറ്റും അതിൻ്റെ ഫിനിഷുകളും എന്തൊക്കെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എല്ലാ ഡീറ്റെയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രോയിങ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ പേരാണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 17 ഡീറ്റെയിൽ ഡ്രോയിങ്, അതായത് നമ്മൾ ചെയ്യുന്ന ബെഡ്റൂം, ടോയ്ലറ്റ്, കോമൺ ഏരിയ, വാഷ് ഏരിയ, അതുപോലെ തന്നെ കിച്ചൺ, ബെഡ്റൂംസ്, അതിൻ്റെ വാർഡ്രോബ്, അങ്ങനെ എല്ലാ കാർപ്പൻട്രി വർക്കുകൾ വരുന്ന എല്ലാ ഏരിയകളിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഡ്രോയിങ് ചെയ്യാറുണ്ട്. ആണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3D കൊടുത്തിട്ടുള്ള അതേ ഫിനിഷിലും അതേ മെഷർമെൻറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 3D മാത്രം കൊടുത്ത് നമ്മൾ ഒരു കാർപ്പൻ്ററുടെ അടുത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഫ്ലോറിൽ നിന്നാണ് വന്ന് നിൽക്കുന്നത് ഈ ഒരു ടേബിളിൻ്റെ ടോപ്പ്, അങ്ങനെ മെഷർമെൻറ്റിലുള്ള വ്യത്യാസങ്ങൾ, ഫിനിഷുകളിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. അപ്പോൾ നമുക്ക് അന്ന് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ് ഒന്ന് നോക്കാം. ബാൽക്കണി യൂണിറ്റിൻ്റെ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് ബാൽക്കണി യൂണിറ്റിൻ്റെ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഒരു എലിവേഷൻ ഉണ്ടായിരിക്കും, ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ ഒരു 3D വ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും വ്യൂ നമ്മൾ അതിൽ കൊടുക്കുമ്പോൾ അത് കാർപ്പൻ്റർക്ക് പ്രത്യേകിച്ചൊരു ഡൗട്ടും അതിലുണ്ടാവില്ല. അതിൻ്റെ 3Dയും കാണാം, അതിൻ്റെ ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ അവർക്ക് കാണാം, അതിൻ്റെ ഓരോ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് ഫിനിഷാണ് അതിൻ്റെ പ്ലൈവുഡിൻ്റെ മുകളിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ മുകളിൽ കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടി സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഡ്രോയിങ്ങാണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. അങ്ങനെ ഇത് നമ്മളൊരു 17 ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ റൂമിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ റൂമിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഓരോ ഏരിയയുടെയും ഡീറ്റെയിലിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കാണാൻ പറ്റുന്നത് ബാർ കൗണ്ടറിൻ്റെ ഒരു ഡ്രോയിങ് ആണ്. അവിടെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഡീറ്റെയിൽ, PU പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PU പെയിൻറ്റിൻ്റെ ഫിനിഷിൻ്റെ ഡീറ്റെയിൽ, പിന്നെ ചില ഏരിയകൾ ഇതിൽ വുഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വുഡിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ റാക്കിൻ്റെ മെഷർമെൻറ്റ്സ്, അതിൻ്റെ വീതി, അതിൻ്റെ ഡെപ്ത് എത്രയാണ്, അതുപോലെ ബോട്ടിൽ വെക്കുന്ന ഷെൽഫിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്, ഇതെല്ലാം നമ്മൾ ഈ ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ബെഡ്റൂം 1ൻ്റെ വോൾ പാനലിങ്ങിൻ്റെ ഡീറ്റെയിലാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂം 1ൻ്റെ വാർഡ്രോബിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കോമൺ വാഷിൻ്റെ ഡീറ്റെയിലാണ് പിന്നെ വരുന്നത്. പിന്നെ വരുന്നത് ഫോർമൽ ലിവിങ്ങിൽ നമ്മളൊരു മിറർ പാനലിങ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് പിന്നെ വരുന്നത്. പിന്നെ നമുക്ക് കിച്ചണിൻ്റെ എലിവേഷൻ, സെക്ഷൻ, പ്ലാൻ, അതായത് ക്യാബിനറ്റ്സിൻ്റെ എലിവേഷൻ, ക്യാബിനറ്റ്സിൻ്റെ പ്ലാന്, അപ്പർ ക്യാബിനറ്റ്സിൻ്റെ പ്ലാന്, അതുപോലെ തന്നെ ഓവർ ഹെഡ്, അതുപോലെ ലോഫ്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, അതിലെന്തൊക്കെ ഫിനിഷാണ്, എത്ര ഡെപ്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ട് ആംബുലൻസ് കൊണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് ഈ കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ എലിവേഷനാണ്. ഇനി കാണുന്നത് കിച്ചൻ്റെ റൈറ്റ് സൈഡിലെ എലിവേഷനാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാൾ പാനലിങ്, ബെഡ് ഹെഡിൻ്റെ ഡീറ്റെയിൽ. വീണ്ടും കൊണ്ടുവരണം 1-2 ആംബുലൻസുകൾ കൊണ്ടുവരണം, നല്ല സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ബെഡ് ഹെഡിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ ബെഡിൻ്റെ സൈസ്, ക്യൂൺ സൈസ് ബെഡാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ സൈസ്. അതുപോലെ തന്നെ ഈ ബെഡിൻ്റെ കവറിങ്ങൊക്കെ നമ്മൾ അപ്പോൾസ്റ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽ ആ ബെഡ്റൂമിലുണ്ടോ അതെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങുകളാണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. ഇത് അതിൻ്റെ വാർഡ്രോബിൻ്റെ ഡീറ്റെയിലാണ് ഇത് വരുന്നത്. ഇത് ഫോട്ടോ ഫ്രെയിം, ലിവിങ് ഏരിയയിൽ വരുന്ന ഫോട്ടോ ഫ്രെയിമിൻ്റെ ഡീറ്റെയിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഡ്രോയിങ് വരുന്നുണ്ട്. ഇത് പൂജ യൂണിറ്റിൻ്റെ ഡ്രോയിങ് ആണിത്. ഇത് കയറി വരുമ്പോൾ തന്നെ ഉള്ള ഷൂ റാക്കിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. അതിൽ വുഡൻ്റെ ലെഗ്സ്, അതുപോലെ PU ഫിനിഷ്, അപ്പോൾസ്റ്ററി, ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ഏരിയ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് TV യൂണിറ്റിൻ്റെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ടോയ്ലറ്റ് 1ൻ്റെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ ടോയ്ലറ്റ് 2ൻ്റെ ഡീറ്റെയിൽ, അങ്ങനെ എല്ലാ കാർപ്പൻട്രി വർക്കുകളും കാര്യങ്ങളും വരുന്ന ഡീറ്റെയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങാണ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ ഡ്രോയിങ്. അപ്പോൾ 3D ചെയ്യിച്ചതുകൊണ്ട് മാത്രം
ഒരു കാർപ്പൻ്ററിനെ ആ വർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളൊരു ഗൈഡ് ലൈനും അതോടൊപ്പം തന്നെ ഡ്രോയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് വളരെയധികം സ്മൂത്തായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.